ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫാത്തിൻ്റെ സ്കിൻ കെയർ ഓയിലുമായിട്ടാണ് കേട്ടോ. ഇതാണ് ഇൻഫാത്തിൻ്റെ പുതിയ ബോട്ടിലെ സ്കിൻ കെയർ ഓയിൽ. ഇത് 30-ൽ പരം ഹെർബൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് കറക്റ്റായ അളവിൽ ചേർത്തിട്ട് നല്ല രീതിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ടാണ്. മുഖക്കുരു നിറയെ മുഖക്കുരു ഉള്ളവർക്കെല്ലാം മുഖക്കുരു മാറിയിട്ടുള്ള ഫോട്ടോസെല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. പിന്നെ ഭയങ്കര നല്ല ഓയിലാട്ടോ ഇത്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നാച്ചുറൽ പേൾ ഉണ്ട് കേട്ടോ. പേൾ ഗ്ലോ എന്നാണ് ഈ ഓയിലിൻ്റെ പേര്. ഇത് വെറുതെ ഇട്ടതല്ല, നമ്മളെ കടലിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ പേളും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. പിന്നെ ലോദ്ര, മരമഞ്ഞൾ, എന്നാ പറയുക, അശ്വഗന്ധം, ഇരട്ടി മധുരം, പിന്നെ താമരപ്പൂവ്. കണ്ടില്ലേ താമരപ്പൂവെല്ലാം ഫ്രഷായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 5 ലിറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇതൊക്കെ ക്യാരറ്റുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, പിന്നെ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളുണ്ട്, പിന്നെ വെട്ടിവേർ എന്ന് വെച്ചാൽ രാമച്ചം. അതെല്ലാം നമ്മുടെ സ്കിന്നിന് തണുപ്പ് കിട്ടാൻ ഭയങ്കര നല്ല കേട്ടോ ഈ ചൂട് സമയത്ത്. പിന്നെ രക്തചന്ദനം, കച്ചോലം, അശോകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണം നൽകുന്ന, അങ്ങനെ മഞ്ചിഷ്ട, ഇരട്ടി മധുരം, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പോമോഗ്രാനറ്റ്, പിന്നെ റോസാപ്പൂ, തെച്ചിപ്പൂ, അങ്ങനെ ഒട്ടനവധി, ആര്യവേപ്പ്, അലോവേര, നെല്ലിക്ക, അങ്ങനെ അശ്വഗന്ധം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് മരമഞ്ഞൾ, അശ്വഗന്ധം, നാൽപ്പാമരം, ത്രിഫല, അങ്ങനെ എല്ലാം ചേർക്കുന്ന ഒരു മിറാക്കൽ ഓയിലാട്ടോ ഇത്. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഇത് എല്ലാം ഞാൻ ഇടിച്ച് ചതച്ച് കഷായാക്കിയിട്ട് ഒരു ദിവസം നല്ലോണം എണ്ണയിൽ തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം, പിന്നെ ഒരു ദിവസം കഷായാക്കി വെക്കും, ഒരു ദിവസം എണ്ണയിൽ നല്ലോണം സ്റ്റീം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം 3-ാമത്തെ ദിവസമാണ് ഇത് കാച്ചി എടുക്കുന്നത് കേട്ടോ. നല്ലോണം, പിന്നെ ഏത് ഓയിൽ സ്കിന്നുകാർക്കും 1-2 ഡ്രോപ്പെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ വെച്ചിട്ട് കഴുകി കളയാം. മുഖക്കുരും പാടുകളെല്ലാം പോകും. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. ഞാൻ ഡെയിലി ഉപയോഗിക്കലുണ്ട് ഈ ഓയിൽ. ഒരു 3-4 മിനിറ്റ് മാത്രം മസാജ് ചെയ്തിട്ട് കൈ കളയും. കണ്ടില്ലേ മഞ്ചിഷ്ട, ഇതെല്ലാം ഞാൻ കൈ ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ പൗഡറെല്ലാം ഞാൻ ആയുർവേദ കടയിൽ നിന്ന് പറഞ്ഞിട്ട് പൊടിപ്പിച്ചതാണ്. എന്നിട്ട് ഞാനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ കുക്കറിൽ ഞാൻ 15 വിസിലടിച്ചിട്ട് ഇതിൻ്റെ എല്ലാം എക്സ്ട്രാക്റ്റ് എടുക്കും. എന്നിട്ട് ഞാൻ കഷായാക്കിയിട്ടാണ് ഞാൻ ഈ ഓയിൽ തയ്യാറാക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കോലരക്ക് ചേർക്കുന്നുണ്ട്. കോലരക്കെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ ഭയങ്കര നല്ല കേട്ടോ. കോലരക്കിൻ്റെ എല്ലാം കളറാണ് റെഡ് കളറ്. ഈ ഓയിലിന് നല്ലൊരു കളറാണ്, കണ്ടില്ലേ. അങ്ങനെ ഞാൻ കഷായാക്കി എടുത്തിട്ട് തിളപ്പിച്ച് വെച്ചതാട്ടോ. അതിലേക്ക് നമുക്ക് ഗ്രാറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റെല്ലാം സ്കിന്ന് നല്ല കളറ് കിട്ടും കേട്ടോ. നിങ്ങളൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കി, 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ആയുർവേദ പ്രോഡക്റ്റെല്ലാം അങ്ങനെ എന്താ പറയുക, വെളുത്ത് പാറുമൊന്നുമില്ല കേട്ടോ. ഒരു നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോണ് നമുക്ക് കിട്ടും. അങ്ങനെ വെളുത്ത് പാറുന്ന ക്രീമൊന്നും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കും നമ്മുടെ സ്കിന്നിനെല്ലാം അത് ദോഷം ചെയ്യും. അതെല്ലാം കെമിക്കൽ ചേർന്നതാണ്. ഇതിൽ 1% കെമിക്കലോ യാതൊരുവിധ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ലാബിലും കൊണ്ടുപോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവിധ സർട്ടിഫിക്കറ്റും പിന്നെ pH ടെസ്റ്റെല്ലാം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് തരുന്നത്. കണ്ടില്ലേ, അശ്വഗന്ധം, മരമഞ്ഞൾ, നാൽപ്പാമരം, ഇതെല്ലാം പൗഡറാണ് കേട്ടോ. ത്രിഫല, അതൊക്കെ ചേർക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഒന്നും വിട്ടു പോകാണ്ട് ഈ ബോട്ടിൽ മേലെ മെൻഷൻ ചെയ്തതിനേക്കാളും ഒരു 5-6 ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ ചേർത്തിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആര്യവേപ്പിൻ്റെ പൗഡർ, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിലേക്ക്, ചൂട് കാലത്തുണ്ടാകുന്ന കുരുക്കൾ എല്ലാം മാറിക്കിട്ടും. കസ്തൂരി മഞ്ഞൾ കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ ഞാൻ ബാക്കി അരച്ചിട്ടാണ് കേട്ടോ ചേർത്തത്. പിന്നെ റോസ് പെറ്റൽ, ഇതെല്ലാം ഞാൻ കഴുകി ഉണക്കിയെടുത്ത റോസ് പെറ്റലാണ്. എല്ലാം ചേർക്കുന്നുണ്ട്. നല്ലൊരു ഓയിലാട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഒരു
പ്ലസ് എല്ലാം ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വരും. ആ ചുളിവുകൾ വരുന്നതെല്ലാം മാറും. നിങ്ങൾ ലക്ഷ്മി നായർക്കാണല്ലോ, അവർ ഡെയിലി ഓയിൽ മസാജ് ചെയ്യുന്ന സ്കിന്ന് നല്ല ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും. ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഓയിൽ മസാജ് ചെയ്യുന്ന ആൾക്കാർക്ക് ആയുസ് വരെ വർദ്ധിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു ആരോഗ്യം കിട്ടും, രക്തോട്ടം നടക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല കളറ് കിട്ടും. കണ്ടില്ലേ? അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ കഷായമൊക്കെ ആക്കി ഇതെല്ലാം വേവിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. നമ്മളെ പൂക്കളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞില്ല. ഇനിയിപ്പം ഇതിലേക്ക് ശുദ്ധമായ ഞാൻ പിന്നെ ഈ കോൾഡ് പ്രോസസ്സായിട്ട് മില്ലിൽ നിന്ന് ആട്ടിയെടുത്ത പച്ചവെള്ളം പോലത്തെ വെളിച്ചെണ്ണ കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ 5 തേങ്ങേൻ്റെ വെള്ളം ചേർക്കാത്ത പാലും കൂടെ ചേർക്കുന്നുണ്ട്. 5 ലിറ്ററിലോട്ട് ഈ ചെമ്പിൽ ഇത് ഫുള്ളായി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ചെമ്പിലേക്ക് ഇത് മാറ്റും. നിങ്ങൾക്ക് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. എന്നാൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. മുഖക്കുരുള്ള ഒരു കുട്ടി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ ഉപയോഗിച്ചിട്ട് അവളെ മുഖക്കുരെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് മുഖക്കുരുള്ളവർക്കെല്ലാം ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കട്ടെ. ഓയിലാണെന്ന് വിചാരിച്ച് നിങ്ങളൊന്നും പേടിക്കണ്ട. ഇതിൽ അത്രയധികം ഈ രക്തചന്ദനെല്ലാം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കുരുക്കളും എല്ലാം കംപ്ലീറ്റ് മാറിക്കിട്ടാൻ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ മുഖക്കുരു എല്ലാം വേരോടെ പിന്നെ മാറിക്കിട്ടും കേട്ടോ. ഈ ഒരു ഓയിൽ ഓയിലങ്ങനെ അരമണിക്കൂറൊന്നും തേച്ച് പിടിപ്പിക്കുകയൊന്നും വേണ്ട. മുഖത്ത് ഒരു 5-6 മിനിറ്റ് ഓയിലി സ്കിന്നുകാരാണെങ്കിലും പിമ്പിൾസ് എല്ലാം വരുന്ന പോലെയാണെങ്കിൽ 5-6 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടിട്ട് കഴുകിക്കളയുക. നോർമൽ സ്കിന്നോ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഫേസ് പാക്കൊന്നും ഇടണ്ട കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മതി. ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലോണം പിടിച്ചോളും. വൈകുന്നേര സമയത്ത് വെയിലത്തിറങ്ങാത്ത സമയത്താണ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലത് കേട്ടോ. പുറത്ത് ഈ ഓയിലൊന്നും പുരട്ടിയിട്ട് പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് സൺ ടാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം കേട്ടോ. ഡെലിവറി എല്ലാം കഴിഞ്ഞവർക്കെല്ലാം വളരെ നല്ലതാണ്. ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം.